ബംഗ്ലാദേശിനോട് പോലും പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. പിന്നെയാണോ ചൈനയോട് മുട്ടുന്നത്? ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളി ഇട്ടൊരു കമന്റാണ്. ഇത്തരം കമന്റുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് ശക്തിയില്ല, ചൈന വളരെ പവർഫുൾ ആണ്. അതുപോലെ മോദിജിയുടെ 56 ഇഞ്ച് എവിടെ പോയി? മോദിജി അമേരിക്കയുടെ മുമ്പിൽ കാല് പിടിക്കുന്നു. ചൈനയെ പേടി, അമേരിക്കയെ പേടി, ബംഗ്ലാദേശിനെ പേടി. അതായത് ഇവർ ഈ മോദി എന്ന് പറയുന്നുണ്ടെങ്കിലും അവരവിടെ പറയുന്നത് ഇന്ത്യയാണ്. അവർ മനസ്സിലാക്കുന്നില്ല, ഈ ഇന്ത്യ എന്ന വാക്ക് അവർ ഉച്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യ. നമുക്ക് നമ്മുടെ വീട് എത്ര പ്രിയപ്പെട്ടതാണ്. നമ്മൾ താമസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട് പ്രിയപ്പെട്ടതായിട്ട് കാണുന്നത്. ആ വീട് എവിടാണ് ഇരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിലാണ്. അപ്പോൾ നമ്മുടെ രാജ്യം നമുക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, കളിയാക്കുമ്പോൾ നമ്മളെ കൂടിയല്ലേ കളിയാക്കുന്നത്? ഇപ്പം നിങ്ങൾ താമസിക്കുന്ന കുടുംബത്തെ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് അധിക്ഷേപിക്കൂ. എൻ്റെ കുടുംബം ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട കുടുംബമാണ്, എൻ്റെ കുടുംബത്തിന് ഒന്നിനും ഒരു കഴിവുമില്ല, എൻ്റെ കുടുംബം നാണം കെട്ട കുടുംബമാണെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും റോഡിൽ ഇറങ്ങി എന്ന് പറയൂ? അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യൂ? അങ്ങനെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളുടെ കുടുംബമാണ് അത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കൂടി താമസിക്കുന്ന കുടുംബം അല്ലേ? അതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബം കൂടി ഉൾപ്പെടുന്നതാണ്, നിങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ കളിയാക്കിയാൽ നമ്മൾ നമ്മളെ തന്നെയാണ് കളിയാക്കുന്നത്. ഈ കമന്റ് ഇടുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യക്ക് എന്തൊക്കെ ശക്തിയുണ്ട്, ഇന്ത്യ എത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണെന്ന്. അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ അവര് അങ്ങ് കളിയാക്കുകയാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന മോദിയാണല്ലോ. മോദി ഭരിക്കുമ്പോൾ ഇന്ത്യ മോശമായിക്കോട്ടെ, സാരമില്ല. പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കുന്നില്ല, ഈ രാജ്യം നമ്മുടേതാണ്. മോദി ഭരിച്ചാലും അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഭരിച്ചാലും ഈ രാജ്യം നമ്മുടേതാണ്. കുറേ പേര് പറയുന്നുണ്ട്, ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ, മോദി അമേരിക്കയുടെ മുമ്പിൽ സായിപ്പിനെ കണ്ടപ്പോൾ ഭയന്നുപോയി. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ. ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയല്ല. ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഇന്ത്യക്ക് ഗ്ലോബലി ഇത്രയും വലിയ സ്ട്രെങ്ത് ഇല്ല. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വളരെ മികച്ച ഭരണാധികാരിയാണെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ഫോറിൻ പോളിസിയുടെ കാര്യത്തിലൊക്കെ അട്ടർ ഫെയിലിയർ ആയിരുന്നു. അമേരിക്കൻ ശക്തികളെയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെയും ഇന്ത്യയുടെ കൂടെ നിർത്തുന്നതിലൊക്കെ അവർ പരാജയമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ എക്കണോമിക് സ്കീംസ് എല്ലാം തന്നെ ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് നരസിംഹറാവു വന്നതിന് ശേഷം ഇന്ത്യൻ സാമ്പത്തിക നയങ്ങളെല്ലാം പരിഷ്കരിച്ചത്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഫോളോ ചെയ്തിരുന്ന സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളെല്ലാം പരാജയമായിരുന്നില്ലേ? ഇന്ദിരാഗാന്ധി ഇപ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരു ക്യൂബയോ ഒരു ഉത്തര കൊറിയയോ മാത്രമായിട്ട് തുടർന്നേനെ. ചിലപ്പോൾ ഒരു ഉത്തര കൊറിയ ആയേനെ. എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്ക് 4 നേരം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോകേണ്ടി വരും. ലോകം മുഴുവൻ നമ്മളെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി തളച്ചിടും. അപ്പോൾ അതൊന്നും വലിയ ധീരതയല്ല. ഇനി ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര വർഷമായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നുണ്ട്? എത്ര വർഷമായിട്ട്? ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം എത്ര വർഷമായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് അമേരിക്ക എന്ന രാജ്യം ഇറാനെതിരെയോ ഉത്തര കൊറിയക്കെതിരെയോ യുദ്ധം ചെയ്യാത്തത്? അമേരിക്ക ദുർബലമായതുകൊണ്ടാണോ? അമേരിക്ക ദുർബലമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയോട് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഇത്തരം കമന്റുകൾ എഴുതുന്നവരോടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക ദുർബലമായതുകൊണ്ടല്ല ഇറാനെ ആക്രമിക്കാത്തത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ റീജിയണിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ വൺ സൈഡ് ആയിരിക്കില്ല. അമേരിക്കയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ ഇറാനെ പിന്നിൽ നിന്നുകൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ സഹായിക്കും. അത് കാരണം അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് വല്ലാതെ സഹിക്കേണ്ടി വരും. ഒരുപാട് നാശനഷ്ടമുണ്ടാവും. മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ശരി, ഒപ്പം ഇസ്രായേലിലാണെങ്കിലും ശരി. ഇസ്രായേൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യമൊക്കെയാണ്, പക്ഷേ വലിയ നഷ്ടങ്ങൾ അവർക്കും സഹിക്കേണ്ടി വരും. അപ്പോൾ ആ യുദ്ധം ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് അറിഞ്ഞിട്ടാണ് അമേരിക്ക ഇപ്പോഴും ഇറാനെ തൊടാതെ മുന്നോട്ട് പോകുന്നത്. ഉത്തര കൊറിയ എന്തുകൊണ്ടാണ് അമേരിക്ക തൊടാത്തത്? തൊട്ടടുത്ത് കിടക്കുന്ന സൗത്ത് കൊറിയയുടെ ഭാവി എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. അമേരിക്ക സേഫാണ്. അമേരിക്ക ഉത്തര കൊറിയ ഇനിയിപ്പോൾ 1-2 മിസൈലുകൾ അയച്ച് ആക്രമിച്ചാൽ തന്നെ അമേരിക്ക വിചാരിച്ചാൽ ഉത്തര കൊറിയ കാര്യമായിട്ട് തകർക്കാനൊക്കെ കഴിയും. പക്ഷെ പ്രത്യാക്രമണം ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രത്യാക്രമണം ഉണ്ടാവും. മാത്രമല്ല, ഒരു തേർഡ് വേൾഡ് വാറിനെ ചിലപ്പോൾ അത് ട്രിഗർ ചെയ്യും. കാരണം റഷ്യ എന്തായാലും ഉത്തര കൊറിയ സപ്പോർട്ട് ചെയ്യും, ചൈന സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ US ദുർബലമായത് കൊണ്ടല്ല ഉത്തര കൊറിയൊന്നും ആക്രമിക്കാത്തത്. ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു ചെറിയ സംഭവം ഇവിടെ മെൻഷൻ ചെയ്യാം. ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടോ? ഇദ്ദേഹത്തിന്റെ പേര് ഓട്ടോ ആംബിയർ എന്നാണ്. ഓട്ടോ ആംബിയർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ജീവനോടെ ഇല്ല കേട്ടോ. അദ്ദേഹം തന്റെ 22ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഇദ്ദേഹം 1994 ഡിസംബർ 12-നാണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലോക രാജ്യങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ കഴിയാത്തത് അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല,
സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ഓട്ടോ ഉന്നത മാർക്കോടുകൂടി തന്റെ പഠനം പൂർത്തിയാക്കുന്നു. അതിനുശേഷം തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൈനയിൽ പോകുന്നു. അവിടെ വെച്ച് തന്റെ സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ഒരു ടൂർ ഓപ്പറേറ്ററെ സമീപിച്ച് അദ്ദേഹം ഒരു യാത്ര പോവാണ്. പോകുന്നത് ഉത്തര കൊറിയയിലേക്കാണ്. ഉത്തര കൊറിയയിൽ എനിക്ക് തോന്നുന്നു 2016 മറ്റോ ആണ് അദ്ദേഹം പോകുന്നത്. ഉത്തര കൊറിയയിൽ അദ്ദേഹം പോകുന്നു. യാത്ര അവസാനിച്ച് മടങ്ങാനിരുന്ന ആ ദിവസം എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഉത്തര കൊറിയയിലെ സൈന്യം വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊന്നും അറിയില്ല എന്താണ് കാരണം എന്നുള്ളത്. അദ്ദേഹം മിസ്സിംഗ് ആവുകയാണ്. ബാക്കിയുള്ളവർ അവിടെ നിന്ന് വരാൻ നിർബന്ധിതരാകുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തര കൊറിയ പറയുന്നത് ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു വാളിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്ററോ മറ്റോ അദ്ദേഹം അത് അവിടെ നിന്ന് എടുത്ത് തറയിലേക്ക് വെക്കുന്നു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതിന്റെ ഒരു ക്ലിയർ അല്ലാത്തൊരു CCTV ഫൂട്ടേജ് ഒക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ മനുഷ്യനാണെന്ന് വ്യക്തമൊന്നുമല്ല, അദ്ദേഹമാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ആ CCTV ഫൂട്ടേജിൽ ഇദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. താഴെ വയ്ക്കുന്നു. അത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് 15 വർഷം ഇദ്ദേഹത്തെ ജയിലിൽ കിടക്കാനായിട്ട് ശിക്ഷിക്കുകയാണ്. തുടർന്ന് ഇദ്ദേഹത്തിന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വന്നതിന് ശേഷം ഉത്തര കൊറിയയുമായിട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇദ്ദേഹത്തിനെ മോചിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിനെ മോചിപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഏറ്റെടുക്കാനായിട്ട് പോവുമല്ലോ. പോകുമ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹത്തിന്റെ പാരൻസും കൂടെ ഉണ്ടായിരുന്നവരും അമ്പരന്ന് പോവാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം അറസ്റ്റിലായി. അദ്ദേഹത്തിനെ കോടതി ശിക്ഷിക്കുന്നുണ്ടല്ലോ 15 വർഷത്തേക്ക്. അദ്ദേഹം കുറ്റമൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ പീഡനം കാരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കുറ്റമൊക്കെ സമ്മതിക്കുന്നു. അദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കുന്നു. ആ അടച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ കോമയിലാണ്. ആഴ്ചകളോളം മാസങ്ങളോളമായിട്ട് കോമയിലാണ്. അദ്ദേഹത്തിന്റെ കാലിൻ്റെയൊക്കെ പാദം തിരിഞ്ഞിരിക്കുന്നു. പല്ലുകളെല്ലാം തന്നെ ഓർഡർ ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അനങ്ങാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പൂർണ്ണമായും കോമയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് കിട്ടുന്നത്. 22 വയസ്സേ ഉള്ളൂ. പഠിക്കാൻ മിടുക്കനാണ്. വലിയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്. അമേരിക്ക ഉത്തര കൊറിയയിൽ നിന്ന് അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉത്തര കൊറിയയിൽ ഉണ്ടായ ക്രൂരമായ പീഡനത്തിൽ ആ ചെറുപ്പക്കാരന് കോമയിലേക്ക് പോകേണ്ടി വന്നതാണ്. അല്ലാതെ നാച്ചുറലായി സംഭവിച്ചൊരു കാര്യമല്ല. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും അമേരിക്ക ഉത്തര കൊറിയക്കെതിരെ എന്താണ് ചെയ്തത്? അമേരിക്ക ആക്രമിച്ചു ഉത്തര കൊറിയ. അവരുടെ ഒരു വളരെ യങ്ങായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയാണ് കൊടുത്തത്. കോമയിലെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ കുറച്ച് ദിവസം കൂടെ അമേരിക്കയിൽ വന്നു. ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ പാരൻസിന്റെ സമ്മതത്തോടെ അദ്ദേഹത്തിന്റെ വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യുന്നു. അദ്ദേഹം മരിക്കുന്നു. 22ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ജൂൺ 19 2017. ട്രംപ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ട്രംപ് എന്ത് ചെയ്തു? ഉത്തര കൊറിയ ആക്രമിച്ചോ? ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിനെ തൂക്കിക്കൊന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാത്തത്? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണ് അങ്ങനെ നടന്നെങ്കിൽ നമുക്കറിയാലോ. അഭിനന്ദൻ വർദ്ധമാനെ വിട്ടുകിട്ടില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ നരേന്ദ്രമോദി യുദ്ധത്തിന് തയ്യാറെടുത്തു. ഇത് വെളിപ്പെടുത്തിയതും അമേരിക്ക തന്നെയാണ്. ഇന്ത്യ യുദ്ധത്തിന് റെഡിയായിരുന്നു. അഭിനന്ദൻ വർദ്ധമാനെ കിട്ടാൻ വേണ്ടി ഇന്ത്യ യുദ്ധം ചെയ്യുമായിരുന്നു അവരുമായിട്ട്. പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് പാകിസ്ഥാൻ വിട്ടുതരാൻ തയ്യാറായില്ലെങ്കിൽ അന്ന് യുദ്ധമായിരുന്നു. കാരണം ഇന്ത്യയിൽ അത്രയും പ്രഷർ ഉണ്ടാവും. നമ്മുടെ ഒരു പൗരനെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ യുദ്ധം തന്നെയാണ്, പിന്നെ അവിടെ വേറൊന്നുമില്ല. പക്ഷെ അമേരിക്ക എന്താണ് ചെയ്തത്? അമേരിക്ക താരതമ്യേന ഉത്തര കൊറിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷെ തൊട്ടിട്ടില്ല ഉത്തര കൊറിയ. അപ്പൊ ലോകത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഈ ബംഗ്ലാദേശിന്റെ കാര്യം പറയുന്നുണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അടിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ബംഗ്ലാദേശ് അല്ല പ്രശ്നം. നമുക്ക് അന്താരാഷ്ട്ര സമൂഹമാണ്. അതോടുകൂടി ഇന്ത്യ ഇപ്പൊ എങ്ങനെയാണോ ലോകം ചൈനയെ കാണുന്നത് അതുപോലെ ഒരു ബുള്ളി ചെയ്യുന്ന, ചെറിയ രാജ്യങ്ങളെ ബുള്ളി ചെയ്യുന്ന ഒരു ക്രിമിനൽ രാജ്യമായിട്ട് മാറും. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാത്തൊരു രാജ്യമായിട്ട് മാറും. അങ്ങനെ ഒരു രാജ്യത്തെ ലോക രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും അവർ വിചാരിക്കും ഇന്ന് ബംഗ്ലാദേശിനെ ആക്രമിച്ചു, നാളെ വേറെ രാജ്യങ്ങളെ ആക്രമിക്കും, പല പല രാജ്യങ്ങളെ ആക്രമിക്കും. അപ്പോൾ ഒരു അധിനിവേശ ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ തകർക്കാനായിട്ട് അവരെന്ത് ചെയ്യും? ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ വിചാരിച്ചാൽ പാകിസ്ഥാൻ അവരെ യുദ്ധം ചെയ്ത് വീണ്ടും പരാജയപ്പെടുത്താൻ കഴിയും. നമ്മുടെ മുഴുവൻ സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ജമ്മു കാശ്മീർ വിഷയം ഈ ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെയാണ് നമ്മൾ മാനിക്കേണ്ടത്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നാട്ടുകാരെയും കുറച്ച് പരിഗണിക്കണം, ആ സമൂഹത്തിനെയും പരിഗണിക്കണം. നമുക്ക് തോന്നും പോലെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഇപ്പോൾ തന്നെ പലരുടെയും വസ്ത്രധാരണത്തേക്ക് കുറ്റം പറയുന്നുണ്ട് ആൾക്കാരില്ലേ. ഇപ്പോൾ ഒരു നാട്ടിലേക്ക് നമ്മളൊരു പബ്ലിക് പ്ലേസിലേക്ക് പോകുമ്പോൾ നമുക്ക് പോകേണ്ടതിന് ചില മര്യാദകളുണ്ട്. വസ്ത്രം ഇടാതെ ഇറങ്ങി പോകാൻ പറ്റില്ല. കാരണം സമൂഹത്തിനെ നമ്മൾ നോക്കണം അവിടെ. അതുപോലെ നമ്മളൊരു മനുഷ്യൻ പാലിക്കേണ്ട കുറേ മര്യാദകളെ പോലെ തന്നെ ഈ ലോകത്ത് ഒരു രാജ്യം പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അപ്പോൾ ആ മര്യാദകൾ നമ്മൾ പാലിക്കണം. ബംഗ്ലാദേശ് നമ്മളെക്കാൾ ചെറുതാണ്, ദുർബലമാണെന്ന് കരുതി നമുക്ക് കയറി ആക്രമിക്കാൻ പറ്റില്ല. അതിപ്പോൾ ബംഗ്ലാദേശിനെ എന്നല്ല, നേപ്പാളിനെയോ ഭൂട്ടാനെയോ ഒന്നും പറ്റില്ല. ഈ വാചകം അടിക്കുന്നവർ എന്തുകൊണ്ടാണ് ചൈനയെക്കുറിച്ച് മിണ്ടാത്തത്? തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ തൊട്ടടുത്ത് ഒരു ഐലൻഡ് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമൊന്നും അതിനാരും അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക പോലും തായ്വാൻ ഒരു രാജ്യമാണെന്നൊന്നും പറയുന്നില്ല.
പക്ഷെ എന്നിട്ടും ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് തായ്വാനെ പിടിച്ചെടുക്കാൻ പറ്റാത്തത്? നട്ടലില്ലാത്തതുകൊണ്ടാണോ? അതോ മുട്ട വിറച്ചിട്ടാണോ? അപ്പോൾ ചൈന തായ്വാനെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ലോകരാജ്യങ്ങൾ ചൈനയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സാമാന്യ ബുദ്ധി അവർക്കുണ്ട്. അവർക്കതറിയാം. അതുകൊണ്ടാണ് ചൈന ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാത്തത്. ഇനി ഇതെല്ലാം പോട്ടെ, ഇന്ത്യക്ക് ശക്തിയില്ല, ഇന്ത്യയാണല്ലോ ചൈനയെ വെല്ലുവിളിക്കാൻ പോകുന്നതെന്നൊക്കെ വാചകം അടിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. 2020 ഗാൽവാൻ സംഘർഷം ഉണ്ടായി. വളരെ പവർഫുൾ ആയിട്ടുള്ള, ഇന്ത്യയെക്കാൾ ഭയങ്കര ശക്തിശാലിയായിട്ടുള്ള ചൈന ഒരു പൊട്ടാസ് അതിർത്തിയിൽ പൊട്ടിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വാർത്ത കേട്ടിട്ടുണ്ടോ? ഒരു പൊട്ടാസ്, ബുള്ളറ്റൊക്കെ വിട്, ബോംബും തോക്കൊക്കെ വിട്, ഒരു പൊട്ടാസ് പൊട്ടിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് പൊട്ടിക്കാത്തതെന്ന് അറിയാവോ? ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഈ എഗ്രിമെന്റ് അനുസരിച്ച് അതിർത്തിയിൽ ഒരു കാരണവശാലും തോക്ക്, ബോംബ് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കില്ല. സംഘർഷം ഉണ്ടായപ്പോൾ ചൈനക്കാരും മുള്ളുകമ്പിയും പിച്ചാത്തിയും വെട്ടുകത്തിയും ഒക്കെ ആയിട്ട് വന്നു. ഇന്ത്യക്കാരും അങ്ങനെ തന്നെ പോയി. പക്ഷെ ചൈന ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിച്ചില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘിക്കപ്പെടും. ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം വെടിവെക്കുന്ന സംഘർഷം അതിർത്തിയിൽ ഉണ്ടാവരുതെന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയെക്കാൾ അത്രയും പവർഫുൾ ആണ് ചൈനയെങ്കിൽ അവർ ആദ്യം അത് ഉപയോഗിക്കേണ്ടതല്ലേ? പക്ഷെ അതിനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യം വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല. യുദ്ധമെന്ന് പറയുന്നത് വാഗൊണ്ട് പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം എടുത്താൽ മതി. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് റഷ്യ. അമേരിക്കയ്ക്ക് പോലും റഷ്യയെ ഭയമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര വർഷമായിട്ടാ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും റഷ്യയുടെ ഒരു പ്രദേശത്ത് യുക്രൈൻ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. റഷ്യ വിചാരിച്ചാൽ ഈ യുദ്ധം ഒരാഴ്ച പോലും വേണ്ട തീർക്കാൻ. പക്ഷേ റഷ്യയ്ക്ക് അത് വിചാരിക്കാൻ കഴിയില്ല. എന്താണെന്നറിയോ? റഷ്യയുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആണവ മിസൈലുകളുണ്ട്. അതിമാരകമായ പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ബോംബുകളുണ്ട്. ഇതൊന്നും തന്നെ റഷ്യ ഇപ്പോഴും യുക്രൈനെതിരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് യുക്രൈനെ ചാരമാക്കാൻ പറ്റും റഷ്യയ്ക്ക്. പക്ഷേ റഷ്യ അങ്ങനെ ചെയ്താൽ ലോകത്തൊരിക്കലും പിന്നെ റഷ്യയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കില്ല. റഷ്യക്കെതിരായിട്ട് ചിലപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നൊരു യുദ്ധം പോലും ചെയ്യാൻ തയ്യാറാവും. അത് മറ്റൊരു മഹായുദ്ധത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. അപ്പൊ അവിടെയും റഷ്യ നോക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെയാണ്. സാധാരണക്കാരെ അധികം മരിക്കാതെ സാധാരണക്കാരുടെ കാഷ്വാലിറ്റി കുറച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് റഷ്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത്. എല്ലാം ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയെ ഒരു വാല്യൂ കൊടുക്കാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും വിഷമം തോന്നിപ്പോ. ഒരു ചൈനക്കാരൻ ഒരിക്കലും അവന്റെ രാജ്യത്തിനെ കുറിച്ച് അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. ഒരു അമേരിക്കക്കാരൻ അവന്റെ രാജ്യത്തിനെ ഒരിക്കലും ഈ തരത്തിൽ ഇകഴ്ത്തി കാണിക്കില്ല. എന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള ചിലർ പറയും, സ്വന്തം രാജ്യം എത്ര തന്നെ വളർന്നാലും എത്ര പവർഫുൾ ആയാലും അവർക്ക് ഇന്ത്യ ദുർബലമാണ് എന്ന് ലോകത്തെ കാണിക്കുമ്പോഴാണ് എന്തോ തരം സുഖം കിട്ടുന്നത്. സത്യത്തിൽ പുറത്തെ ശത്രുക്കളെക്കാൾ കൂടുതൽ ഒരു രാജ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആഭ്യന്തര ശത്രുക്കളാണ്. കൂടെ നിന്ന് കാലുവാരുന്നവരെയും കൂടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ചതിക്കാൻ സാധ്യതയുള്ളവരെയും ഒരു രാജ്യം തിരിച്ചറിയേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. പുറത്തെ ശത്രുവിനെ നമുക്കറിയാം, അവൻ ശത്രുവാണ്, അവൻ നമ്മൾ ആക്രമിക്കുമെന്ന്. അകത്ത് നമുക്കിടയിൽ ആരൊക്കെയാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയേണ്ടതാണ് ഒരു രാജ്യം ആദ്യം ചെയ്യേണ്ട കാര്യം. ഇന്ത്യ അക്കാര്യത്തിൽ വളരെയധികം ഇനിയും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്.